അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എസ് ജയശങ്കറുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു. നേരത്തെ മാർക്കോ റൂബിയോ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിനെ വിളിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ US വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയെ മാർക്കോ റൂബിയോ വിളിച്ചിരിക്കുന്നു. അമേരിക്ക എസ്കലേഷന് വേണ്ടി ശ്രമിക്കുകയാണ്. രണ്ട് കൂട്ടരും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അമേരിക്ക ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കാം എന്ന് പറയുന്നു. അമേരിക്കയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ പറയുന്നു, സെക്രട്ടറി റൂബിയോ കോൾ വിത്ത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ. എസ് ജയശങ്കറും മാർക്കോ റൂബിയോയും ചർച്ച നടത്തിയിരുന്നു. എസ്കലേഷന് വേണ്ടി അമേരിക്കയുടെ ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നമ്മുടെ പ്രതിരോധ മന്ത്രിയെ സന്ദർശിച്ചു, കാര്യങ്ങൾ വിശദീകരിച്ചു. ഒപ്പം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു സമവായ ശ്രമം ഉണ്ടാകുന്നു. മാർക്കോ റൂബിയോ എസ് ജയശങ്കറുമായി സംസാരിച്ചു. രണ്ട് രാജ്യങ്ങളുമായി ഒരേ സമയം അമേരിക്ക സംസാരിക്കണം. ആദ്യം പാകിസ്ഥാന്റെ ഡിഫൻസ് ചീഫുമായി സംസാരിക്കുന്നു. അതിനൊപ്പം തന്നെ പാക് പ്രധാനമന്ത്രിയുമായും ആശയവിനിമയം നടന്നു. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുമായും സംസാരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സമവായ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അമേരിക്ക. അല്പം മുമ്പ് ചൈനയുടെ പ്രതികരണം വന്നു. ഒരു യുദ്ധത്തിലേക്ക് പോകാതെ സമാധാനത്തിന്റെ പാതയിൽ ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കണം ഇരു രാജ്യങ്ങളും എന്ന അഭ്യർത്ഥന പൊതുവിൽ മുന്നോട്ട് വയ്ക്കുന്നു. G7 രാജ്യങ്ങൾ, രാവിലെ കാനഡയുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വന്നതാണ്. G7 രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, അത് ലോകത്തിന് ഇപ്പോൾ താങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കിക്കൊണ്ട് ചർച്ചയിലൂടെ സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാക്കണം, തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ അമേരിക്കൻ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി നമ്മുടെ സർക്കാരിന്റെ ഔദ്യോഗിക വിഭാഗങ്ങൾ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉൾപ്പെടെയുള്ളവരാണ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഇനി കൂടുതൽ പ്രസ് റിലീസ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മുടെ വ്യോമസേനയായിരുന്നു ഇന്നലെയുള്ള തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമുനയായി നിന്നത് എന്തായിരുന്നു വിദേശകാര്യ സെക്രട്ടറിയും സൈനിക വക്താക്കളും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാനിലെ റഫീഖി, മുറീദ് ചക്ലാല, റഹീം യാർ ഖാൻ, സുക്കൂർ എന്നിവിടങ്ങളിൽ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് എയർ ലോഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ സൈനിക കേന്ദ്രങ്ങൾ തകർത്തത്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് എയർ ലോഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സൈനിക കേന്ദ്രങ്ങൾ തകർത്തത്. ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി വ്യക്തമാവുകയാണ്. യുദ്ധവിമാനങ്ങളിൽ നിന്നായിരുന്നു എയർ ലോഞ്ച് ആക്രമണം ഉണ്ടായത്. തന്ത്രപ്രധാനമായ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ ഉൾപ്പെടെ സൈനിക സമവായ ശ്രമം നടത്താമെന്ന് അമേരിക്കയുടെ വാഗ്ദാനം. അമേരിക്ക പറയുന്നതനുസരിച്ച് he further proposed US support in facilitating productive discussions to avoid future disputes. ഭാവി തർക്കങ്ങൾ പരിഹരിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ചയാകാം എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഇടപെടൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം, ഒരു എസ്കലേഷൻ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാവിലെ അസീം മുനീറുമായി, പാകിസ്ഥാന്റെ സൈനിക മേധാവിയുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി സംസാരിക്കുകയുണ്ടായിരുന്നു. എന്തായാലും കരസേനാ മൂവ്മെന്റ് തന്നെ ഇന്ത്യ സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ, അതായത് പാകിസ്ഥാൻ ഫോർവേഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു, ഞങ്ങളും തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരയുദ്ധം ആസന്നമാണെന്നുള്ളതാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിന്റെ സാധ്യത, ഇപ്പോൾ നടക്കുന്ന വ്യോമ യുദ്ധത്തിനും ക്രോസ് ബോർഡർ ഫയറിംഗിനും അപ്പുറത്ത് തുറന്ന കരയുദ്ധത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ സമവായ ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും? ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. രാജ്യത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും രണ്ട് ആണവ ശക്തികൾ നേർക്കുനേർ നിൽക്കുന്നു. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ആണവ സമിതിയുടെ യോഗം ഇന്ന് ഷഹബാസ് ഷെറീഫ് വിളിക്കുക കൂടി ചെയ്തു. അതൊരു തരത്തിലുള്ള ഭീഷണി എന്നുള്ള നിലയിൽ കൂടിയാണ്. ലോകരാഷ്ട്രങ്ങളും ഇടപെടുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഏതു തരത്തിലായിരിക്കും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അല്പം അയവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുക എന്നതാണ് ഇനി വളരെ പ്രധാനം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന്റെ ആർമി ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നു. അതിനൊത്ത തിരിച്ചടിക്ക് നമ്മുടെ സൈന്യവും സജ്ജമാണ് എന്ന ഭാഗമാണ്. ഇന്നലെ നടന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ നേരത്തെ ഈ വാർത്താ സമ്മേളനത്തിന് മുൻപ് തന്നെ പല കേന്ദ്രങ്ങളും നമ്മൾ ക്രോഡീകരിച്ച് നൽകിയിരുന്നു. 26ഓളം നഗരങ്ങളിലാണ് ഈ ആക്രമണം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. നമ്മൾ അവരുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. കരഭാഗത്ത്, ഇപ്പോൾ ജമ്മു കശ്മീരിന്റെ ഭാഗത്ത്, അവിടെ പതിവ് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിൽ ഒട്ടും വ്യത്യസ്തമല്ല. ഷെല്ലിംഗ് കനത്ത തോതിൽ ഉണ്ടായിരുന്നു. സിവിലിയൻ മേഖലയ്ക്ക് നേരത്തെ ആയിരുന്നു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മളാകെ ജാഗ്രത പാലിക്കുന്നു. ഈ വിവരങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആർമി മുന്നോട്ട് വരുന്നു എന്നതാണ്. അതിനനുസരിച്ച് നമ്മളും തയ്യാറാണ് എന്നതാണ്. അപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക്, ഒരു കരയുദ്ധത്തിലേക്ക്, ഇപ്പോൾ കാർഗിൽ വാറിന്റെ സമയത്തൊക്കെ കണ്ട പോലെയുള്ള വലിയ ആൾനാശമുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് അമേരിക്കൻ ഇടപെടൽ ഉൾപ്പെടെ എങ്ങനെയാണ് ഈ വിഷയത്തെ ലഘൂകരിക്കുക എന്ന വലിയ ചോദ്യം, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് വലിയ ചോദ്യം വരുന്നത്. അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം
പണയം വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. പാകിസ്ഥാന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പഹൽഗാമിന് തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് 1, 2 9 ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് കൃത്യതയോടുകൂടി നമ്മൾ ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ എയർ സ്ട്രൈക്കുകളെ നമ്മൾ അതിവേഗത്തിൽ പരാജയപ്പെടുത്തിയത്. പാകിസ്ഥാന്റെ രാജ്യതലസ്ഥാനം ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണത്തെ പരാജയപ്പെടുത്തിയത്. രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഓരോ പ്രധാനപ്പെട്ട യോഗങ്ങൾക്കും ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുള്ള ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? വ്യോമസേനകൾ തമ്മിൽ ഇന്നലെയും ജമ്മുവിന്റെ ആകാശത്തുൾപ്പെടെ ഏറ്റുമുട്ടലുകൾ നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ 2 JF വിമാനങ്ങൾ നമ്മൾ വെടിവെച്ചിട്ടു എന്ന വിവരങ്ങളുണ്ട്. അതിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെട്ട പൈലറ്റുമാർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങൾ പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിലും സ്ഥിരീകരിക്കപ്പെട്ടില്ല. അതേസമയം തന്നെ ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായി എന്ന വിവരം അത് ഫേക്കാണ് എന്ന് നമ്മുടെ സർക്കാർ ഏജൻസികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എയർ സ്ട്രൈക്ക് കാര്യമായി നടക്കുന്നതിനിടയിൽ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ, ഒരു തുറന്ന വാർ എന്ന നിലയിലേക്ക് പോകുന്നുണ്ടോ എന്നത് ലോകരാജ്യങ്ങൾ ആകാംക്ഷാപൂർവ്വം ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ്. അപ്പോഴാണ് അമേരിക്കൻ ഇടപെടൽ വളരെ പ്രധാനമാകുന്നതും. ഇപ്പോൾ സംയുക്ത സൈനിക മേധാവി പ്രതിരോധ മന്ത്രിയുമായി നടത്തുന്ന ചർച്ച അത് വളരെ പ്രധാനമായി മാറുന്നത്. ദാൽ തടാകത്തിലേക്ക്, ശ്രീനഗറിലെ ദാൽ തടാകത്തിലേക്ക് ഒരു മിസൈൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീനഗറിനെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ഇന്നലെ പ്രധാനമായും ആക്രമണം നടത്തിയത്. ശ്രീനഗർ മുതൽ നാലിയ വരെ പാകിസ്ഥാൻ 26 ഇടങ്ങളിലാണ്, ഇന്നലെ 26 സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചത്. ഇന്ത്യയുടെ എയർഫോഴ്സ് ബേസുകൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചു. പക്ഷേ ഇന്ത്യയുടെ എയർഫോഴ്സ് ബേസുകൾ എല്ലാം ഓപ്പറേഷൻ. ചർച്ചയ്ക്ക് സൗകര്യം ഒരുക്കാമെന്ന് അമേരിക്കയുടെ പ്രതികരണം വരികയാണ്. മാർക്കോ റൂബിയോ ജയശങ്കറുമായി സംസാരത്തിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് സൗകര്യം എന്ന അമേരിക്കൻ നിലപാട്.